പ്രഖ്യാപനം ശ്രീ റെജി ലൂക്കോസ്, ആ അതിദരിദ്രരെ കണ്ടെത്തുവാനുള്ള എക്സസൈസ് ശരിയാകും, നല്ലത് തന്നെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഈ ധൃതി പിടിച്ചുള്ള പ്രഖ്യാപനം എന്തിനാണ്? ഞങ്ങൾ ആ അതിദരിദ്രരെ കണ്ടെത്തി അവരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നുള്ള പ്രഖ്യാപനം എന്തിനാണ്? നിങ്ങൾ ആലോചിക്കണം, ലോകത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേര് പറയുമെങ്കിലും ഷാങ്ഹായിക്ക് അടുത്തുള്ള ഒരു പ്രവിശ്യയിലാണ് ചൈന അതിദരിദ്രരില്ല എന്നുള്ളവർ കണ്ടുപിടിച്ചത്. അതിപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അറിയാം, ചഫേരിയ പറഞ്ഞതിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ലോകത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേരളം. ഐക്യരാഷ്ട്രസഭയുടെ 2014 ഒരു ഡിക്ലറേഷനിൽ ലോകത്തിൽ അതിദരിദ്രം ഇല്ലാത്തതിനെ കുറിച്ചുള്ള സർവ്വേ നടത്താൻ അതാത് രാജ്യങ്ങൾക്ക് പ്രഖ്യാപിക്കാം, ഏടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്ത രണ്ടാമത്തെ സ്ഥലത്തുള്ളത് കേരളമാണ്. അതിൽ നമ്മുടെ പ്രതിപക്ഷങ്ങളും ഭരണകക്ഷി എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ സഹജീവികളെ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് നേട്ടം പോയിട്ടുള്ളത്. നമുക്ക് അഭിമാനമാണ്. ഇനി നിങ്ങൾ ചോദിച്ചു, അവിടെ ശ്രീ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പറഞ്ഞു, എത്ര രൂപ വരുമാനമുള്ളവര് അല്ലെങ്കിൽ അതിൽ കുറവുള്ളവരാണ് അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. മന്ത്രി MP രാജേഷ് കൃത്യമാണ് മറുപടി പറയുന്നത്. 138 രൂപ ഒരു ദിവസം വരുമാനത്തിൽ താഴെയുള്ളവര് അവരെയാണ് അതിദരിദ്രം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും സർക്കാരിന്റെ സഹായങ്ങളോ മറ്റു ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പട്ടികയിൽ വരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ 46,000 പേരെ ഈ പറഞ്ഞ കിലയിൽ നിന്നുള്ള എക്സ്പെർട്സ്, അത് ഏറ്റവും നല്ല സംവിധാനം കുടുംബശ്രീ ഓരോ വീടുകളോട് ബന്ധപ്പെട്ട ഓരോ വാർഡിൽ. അപ്പൊ അവരെ കൂടെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ 4 വർഷക്കാലത്തെ സർവേയിലൂടെയും റിസർച്ചിലൂടെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ 46,000 പേരിലും പേരെ കണ്ടെത്തി അവരെ അതിദരിദ്രരിൽ നിന്നുള്ള മാറ്റത്തിൽ നിന്നും അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് തന്നെ പറഞ്ഞു നേരിട്ടറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തികൾക്ക് അറിയാം. അല്ലാതെ സാഹിത്യമുള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് അതറിയാൻ പറ്റുന്നില്ല. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാം. അതിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇലക്ഷൻ കണ്ടായിട്ട് പറയുന്നത്? അതിൽ ഡേറ്റ വെച്ചല്ല മന്ത്രി വിശദീകരിച്ചത്. സംശയമാണ് ചോദിച്ചത്. ഡേറ്റ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അല്ല, അങ്ങനെയൊന്നും ഡേറ്റ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം കൃത്യമായ ഡേറ്റ നിങ്ങൾക്ക് പരിശോധിക്കുന്നതല്ല. മന്ത്രി അത് വിശദമായിട്ട് 1 മണിക്കൂർ കൊണ്ട് വിശദീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നുള്ളവരോ നമുക്കൊക്കെ ചുറ്റും കണ്ടുപിടിച്ചാൽ അറിയാം. ഇനി ആരെങ്കിലും ഇതിൽ പ്രളയമുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും കണ്ണോടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. കണ്ണോടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, ചുറ്റും കണ്ടുപിടിച്ചാൽ നിങ്ങളാ പറയല. കേരളത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ആശാവർക്കർമാരെയൊക്കെ ദരിദ്രവാസികളുടെ ദരിദ്രവാസികളുടെ പ്രയോഗമൊന്നും നടത്താതെ അങ്ങനെ അത് മറ്റൊരു പ്രയോഗമാണ്. ദരിദ്രവാസികളുടെ മറ്റൊരു പ്രയോഗമാണ്. പറ്റാത്ത ആരുമില്ല. വിശപ്പിന്റെ വില അറിയുന്നവർ വസ്ത്രങ്ങളില്ലാത്തതിന്റെ, ഭക്ഷണമില്ലാത്തതിന്റെ, മക്കൾക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തവരെ, അങ്ങനെയുള്ള മനുഷ്യരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഇതിന്റെ മാനദണ്ഡബദ്ധമാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. എന്തിനാണ് ഇത്രമാത്രം എക്സസൈസ് നടത്തുന്നത്? അല്ലല്ലേ ഈ പറയുന്ന പോലെ ഈ ധൃതി പിടിച്ചുള്ള ഈ പ്രഖ്യാപനം, മാനദണ്ഡങ്ങൾ എഴുതി ചേർക്കൽ, ഞങ്ങളിതാ എന്താണ് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇത് വിശപ്പ് വിറ്റ് കാശാക്കുന്നതിന് തുല്യമാണ് സർ. ശ്രീ റെജി ലൂക്കോസ്, ഇല്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ മേനി നടിക്കുന്നത് വെറും PR വർക്ക് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2021 LDFന്റെ മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട 10 ഐറ്റംസ് ഒന്നും അതിദരിദ്രരില്ലാത്ത കേരളത്തെ മാറ്റും. ശരിയാണ്, അതിദരിദ്രർ. അത് അങ്ങനെ ഒരു മാനിഫെസ്റ്റോ എഴുതി ചേർത്തു എന്ന് വെച്ചാൽ ആരാണ് അതിദരിദ്രർ, ആരാണ് ദരിദ്രർ എന്നൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല, ഞങ്ങളാ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളാ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരാളെ എടുത്ത് കാണിക്കൂ. ഒറ്റ ഉദാഹരണം പറയും, മഞ്ജുഷ കേരളത്തിൽ ഇന്നയാള് അതിദരിദ്രാവസ്ഥയിലാണ്. ഈ പറയുന്ന ക്രൈറ്റീരിയ വെച്ച് പട്ടിണി കിടക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ മാനദണ്ഡം വെച്ചുകൊണ്ട് പറയണം. അപ്പോൾ എന്താണ് കേരളത്തിലെ സന്നദ്ധ സംഘടനകളെ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, സർക്കാരല്ല എല്ലാവരെയും ഇവിടെ വിശപ്പടക്കുന്നത്. ഇപ്പൊ DYFI എത്രയോ ലക്ഷക്കണക്കിന് പൊതുക്കളുടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇവർ സേവാഭാരതി ഞാൻ കുറച്ച് കാണുന്നില്ല, നമ്മൾ രാഷ്ട്രീയന്മാരെ അവരെന്തോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത എത്രയോ ഭവനങ്ങൾ ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞ 46,000 എന്ന് പറയുന്നതിനെ ഓർക്കം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അവരെ കളിയാക്കുന്നത് തുല്യമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ ചർച്ച ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. അവർ നൽകിയ ഒരു കത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, അവരെല്ലാവരും കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ BJPക്കാരാണെന്ന് പറയാൻ കഴിയില്ല. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട്. പുതിയ കണക്കിൽ 6,000 നിങ്ങൾ ഈ ബുദ്ധിജീവികളെയും
പിന്നെ സാമ്പത്തിക വിദഗ്ധരെ ഞാൻ മാറ്റി വെക്കുന്നു. ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞ സംഘം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ഏത് മാനദണ്ഡത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? അതിനകത്ത് ഇടതും വലതും എല്ലാം ഉണ്ട്. ഈ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പട്ടിണി കിടക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അവർക്ക് ഇത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ ഈ വിശപ്പ് വിറ്റ് വോട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം മറുവശത്തുമുണ്ട് സാർ. അല്ല, നിങ്ങൾ ആരുടെ വിശപ്പിനെ എന്താണ് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങളെ ആരും പഠിപ്പിക്കാൻ വരേണ്ട എന്ന് പറയുന്നു. ബുദ്ധിജീവികളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ അവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സമീപകാലത്ത് ന്യൂസ് 8 മഞ്ജുഷ് നടത്തിയ ചർച്ചകളിൽ LDF-നെ ജനങ്ങൾ സ്വീകരിക്കത്തക്ക രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നടത്തുന്ന ഒരു ചർച്ചയായിട്ട് മാറിയിരിക്കുന്നു. അതിദരിദ്രരുടെ വിശപ്പ് മാറ്റിയപ്പോൾ ആ വിശപ്പ് അറിയാത്തവര് ഇതിനെ എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ വിശപ്പ് മാറിയവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പറയുന്നവന് ഭക്ഷണം കൊടുത്താൽ അവന്റെ മനസ്സിൽ നിന്ന് വരുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിനെ വിറ്റ് നിങ്ങളാണ് ഇപ്പൊ ഈ മാർക്കറ്റ് ചെയ്യുന്ന ഈ ചർച്ചയിലൂടെ. വസ്തുതകളുടെ പിൻബലത്തിലാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ബുദ്ധിജീവികളിൽ എന്റെ റെജി ലൂക്കോസ് 90% ഇടതുപക്ഷത്തിന്റെ കൂടിയാണ്. 10% ഉണ്ടെങ്കിൽ തന്നെ അവർ പലപ്പോഴും വാ തുറക്കാറില്ല. അപ്പോ ഇതിന്റെ കള്ളക്കണക്കുകൾ വളരെയധികം വ്യക്തമായിട്ട് കുറെ ചോദ്യങ്ങളായിട്ട് സർക്കാരിനോട് ചോദിച്ച സാമ്പത്തിക വിദഗ്ധരെ ബുദ്ധിജീവികളാണെന്നും അവർ ഇടതുപക്ഷത്തിനെതിരാണെന്നൊന്നും പറഞ്ഞു പോലെ ദയവ് ചെയ്തിട്ട്. പിന്നെ അടുത്തത് താങ്കൾ എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ഒരു ഡാറ്റ ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനത്തിന്റെ ഡാറ്റ ഉണ്ടാക്കി കൊടുക്കുന്ന PR ഏജൻസികൾ ഉണ്ടെന്ന് തെളിയിച്ചിട്ടുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. പിന്നെയാണോ ഒരു അതിദരിദ്രരില്ലാത്ത കേരളത്തിന്റെ ഒരു ഡാറ്റ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട്? മഞ്ജുഷ് പകുതി ചോദിച്ച ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതും ഇന്നത്തെ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇന്നലെ ഒരു ആദിവാസി കുട്ടി നിലമ്പൂരെ മരിച്ചിട്ട് 9 മണിക്കൂർ വരെ മാതാപിതാക്കൾ അറിഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 14 കിലോമീറ്റർ ദൂരത്ത് നിന്ന് അവരുടെ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ 18 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു, ജീപ്പിലും നടന്നിട്ടൊക്കെ. വന്ന് ഡോക്ടറുടെ ടേബിളിൽ കിടത്തിയപ്പോഴേക്കോ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഏകദേശം 4.5 ലക്ഷം ആദിവാസികൾ ഉള്ളതിലെ നിങ്ങൾ പറയുന്നത് 6400 പേരെ അതിദരിദ്രരായിട്ടുള്ളൂ എന്നാണ് നിങ്ങളുടെ കണക്കിൽ ഈ പറയുന്നത്. ഇപ്പൊ ഈ പ്രഖ്യാപിക്കാൻ പോകുന്ന കണക്കില് ആദിവാസി കുടുംബങ്ങളിൽ നിങ്ങൾ പറയുന്ന 6400 ആണ്. 6400 പേരെ ഉള്ളൂ എന്ന് പറയുന്നു. ഈ 6400 ഈ ബാക്കിയുള്ള ഏകദേശം 4,20,000 ആദിവാസികളും അതിദരിദ്രരല്ലാത്തവരാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം മനസ്സിലാക്കുക. MM മണി ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ ഒരു പ്രഖ്യാപനം നടത്തി കേരളത്തിൽ. എന്താണത്? അതായത് സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം. ഇപ്പൊ താങ്കൾ ഈ ഷാങ്ഹായിയുടെ കാര്യം പറഞ്ഞ പോലെ വേറെ ഏതോ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. എന്തുണ്ടായി? അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നപ്പോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ ചുരുങ്ങിയത് 100-150 കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ അടുത്ത വീട്ടിലേക്ക് പോകുന്നത് കാണേണ്ട ഗതികേട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടായി. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞു ഇത് ഇടതുപക്ഷത്തിന് മൈലേജ് കൂട്ടാനാണ്, ഇടതുപക്ഷത്തിന്റെ മാർക്കറ്റിംഗ് വർദ്ധിക്കും, ഇത് ഉണ്ടാവാൻ പോകുന്നത് ഞങ്ങളുടെ ആകാംക്ഷയാണ്. ഇത്തരത്തിൽ MM മണിയുടെ ഒരു പ്രഖ്യാപനമായിട്ട് ഇത് മാറരുത്. നിങ്ങൾ പറയുന്ന 64,000 പേരെങ്കിലും അതിദരിദ്രരിൽ നിന്ന് മോചിതരാവട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കില്ല. കേവലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിക്കൊണ്ട് ഇത്തരം ഒരു ചർച്ച മഞ്ജുഷ് 1 കൊല്ലം കഴിഞ്ഞ് വിളിക്കുമ്പോ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു സർവേ നടത്തിയാൽ ഇവിടെ 64,000-ൽ കൂടുതൽ ഉണ്ടാവും. കാരണം കേരളത്തിൽ 64,000 അതിദരിദ്രരല്ല ഉള്ളത് എന്നുള്ളത് നഗ്നമായൊരു സത്യമായിട്ട് നിലനിൽക്കെ നാളത്തെ ഈ പ്രഖ്യാപനം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ദയവ് ചെയ്തിട്ട് AY വിഭാഗത്തിലുള്ളവർ അവരെ ഈ കേന്ദ്ര സർക്കാരാണല്ലോ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അരിക്ക് കിലോയ്ക്ക് 3 രൂപയും ഗോതമ്പിന് 2 രൂപയും വിലയ്ക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. അപ്പോൾ ഇതിൽ അത് മഞ്ഞക്കാടിലുള്ളവർക്കാണല്ലോ. ഇപ്പോൾ AY വിഭാഗത്തിൽ അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും ചോദ്യം വരികയില്ലേ? അതിദരിദ്രരെ കൂടി ഉൾപ്പെടുത്തിയാണല്ലോ